എന്തൊരാകാംക്ഷയുടെ മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. 2 രാത്രികൾ ഒരു പകൽ, അതിനപ്പുറം വിധി ദിനമാണ്. രാജ്യത്തിന്റെ വിധി, നമ്മുടെ ഓരോരുത്തരുടെയും വിധി, രാഷ്ട്രീയ വഴി, എന്തെന്തൊക്കെ തീരുമാനിക്കുന്ന സുപ്രധാന വിധി. എക്സിറ്റ് പോളുകൾ ഉണ്ടാക്കിയ ഓളങ്ങൾ തുടരുന്നു. കേരളത്തിൽ ആരു നേട്ടം കൊയ്യും? UDF-നൊപ്പം തന്നെയെന്നും LDF-ന് കഴിഞ്ഞ തവണത്തേക്കാൾ മുന്നേറ്റമുണ്ടാകുമെന്നും അതല്ല വമ്പൻ തിരിച്ചടിയെന്നും താമര വിരിഞ്ഞേക്കുമെന്നും പ്രവചനങ്ങളുണ്ട്. പ്രവചനങ്ങൾ അങ്ങനെ തുടരട്ടെ, അന്തിമ വിധി വരട്ടെ. രാഷ്ട്രീയ ആകാംക്ഷയുടെ മുൾമുനയിൽ നീട്ടുന്ന മണിക്കൂറുകളിൽ സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. ആരു നേടും ഈ യുദ്ധം? 3-ാം ഊഴമോ? മോദിക്ക് ഇന്ത്യ മുന്നണി അട്ടിമറിക്കുമോ? കേരളത്തിൽ ആര് നേട്ടം കൊയ്യും? നമ്മളോടൊപ്പം അതിഥികൾ ചേരുന്നു. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ BJP-യിൽ നിന്ന്, ശ്രീ SK സജീഷ് CPM-ൽ നിന്ന്, അഡ്വക്കേറ്റ് അബിൻ വർക്കി കോൺഗ്രസിൽ നിന്ന്, ഡോക്ടർ ഫസൽ ഗഫൂർ രാഷ്ട്രീയ നിരീക്ഷകൻ. സ്വാഗതം വിശദമായ ചർച്ചയിലേക്ക്. നേരത്തെ പറഞ്ഞതുപോലെ ഇന്നു രാത്രി, നാളെ രാത്രി, നാളത്തെ ഒരു പകൽ, മറ്റന്നാൾ രാവിലെ മുതൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങുന്നതിന് ആ സമയം മുതൽ നമ്മൾ ഓരോ നിമിഷവും കടന്നു പോകുന്നത് ഏറ്റവും വലിയ രാഷ്ട്രീയാകാംക്ഷയുടെ ഫലം എന്താണ് എന്നറിയാനുള്ള, ഓരോ സീറ്റിലും ആര് മുന്നിൽ എന്നറിയാനുള്ള ഏറ്റവും ആകാംക്ഷയുടെ വലിയ നിമിഷങ്ങളിലൂടെയാണ്. ഈ ഒരു സമയം എന്ന് പറയുന്നത്, ഇന്നലെ എക്സിറ്റ് പോളുകൾ വന്നിരിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട അതുണ്ടാക്കിയ ഓളങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുന്നു. അതിനിടയിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും സുന്ദരമായ, ഏറ്റവും ആകാംക്ഷ നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ നമുക്ക് ചർച്ച ചെയ്യുക എന്ന് പറയുന്നത് ഇലക്ഷനിൽ എന്തു സംഭവിക്കും, രാജ്യത്തിന്റെ ഗതി എന്താണ്, രാജ്യത്തിന്റെ രാഷ്ട്രീയം എങ്ങോട്ട് എന്നുള്ള ചോദ്യങ്ങൾ മാത്രമാണ്. ഏറ്റവും കൂടുതൽ നമ്മളെ മഥിക്കുന്നത്, ഏറ്റവും കൂടുതൽ നമ്മളുടെ തലച്ചോറിനെ വലിയ തോതിൽ മതിക്കുന്നത് ഈ ഒരൊറ്റ വിഷയം തന്നെയാണ് എന്നത് പ്രധാനവുമാണ്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, നമുക്ക് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരാം. അതിനു മുമ്പ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, 27% വരെ വോട്ട് വിഹിതമാണ് കേരളത്തിൽ BJP-ക്ക് ചില സർവേ ഫലങ്ങൾ പ്രഡിക്റ്റ് ചെയ്യുന്നത്. 1 മുതൽ 3 മണ്ഡലങ്ങളിൽ വരെ താമര വിരിഞ്ഞേക്കാം എന്ന് പറയുന്നത്. ഇത് BJP തന്നെ വിശ്വസിക്കുന്ന ഒരു കണക്കാണോ, അതോ കുറച്ചു കടന്ന പ്രവചനമാണോ? അല്ല, അതിനു മുമ്പ് ഞാൻ ചോദിക്കട്ടെ, ഈ മാധുവിന് ഈ തലച്ചോറിൽ എന്തിനാ ഇത്ര വലിയ മഥനം? അതെനിക്ക് മനസ്സിലായില്ല. തലച്ചോറിൽ ഇങ്ങനെ വല്ലാതെ മതിക്കേണ്ട കാര്യമൊന്നുമില്ല. ജയിക്കുമ്പം മനസ്സിലാണ് സന്തോഷിക്കേണ്ടത്, മനസ്സിൽ സന്തോഷമാണ് വേണ്ടത്. തലച്ചോറിനെ വല്ലാതെ മതിച്ച് അതെന്തൊരു നെഗറ്റീവായ നിരീക്ഷണമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഈ റിസൾട്ടിനെ പറ്റി, റിസൾട്ട് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ നമ്മുടെ തലച്ചോറിനെ മതിക്കുന്നു എന്നേ പറഞ്ഞുള്ളൂ. BJP ജയിക്കും എന്ന് പറയുമ്പോൾ എന്റെ തലച്ചോറ് കടഞ്ഞ് അതിൽ നിന്ന് എന്തെങ്കിലും വിഷം പുറത്തു വരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അങ്ങേക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? മാത്രമല്ല, വളരെ സൗഹാർദ്ദമായി, വളരെ വളരെ ഓപ്പണായ ഒരു ക്വസ്റ്റിനെ അങ്ങ് എന്തിനാണ് അത്ര നെഗറ്റീവായി കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ നെഗറ്റീവായിട്ട് കണ്ടില്ല. ഞാൻ വളരെ സത്യസന്ധമായിട്ടും സന്തോഷത്തോടെയാണ് പറഞ്ഞത്, ഒരു നെഗറ്റീവായിട്ടും അല്ല. പക്ഷെ വല്ലാതെ നമ്മുടെ തലച്ചോറിനെ മതിക്കേണ്ട കാര്യമില്ല. നമ്മുടെ മനസ്സിന് സന്തോഷമാണ് ഉണ്ടാവേണ്ടത്. ജനാധിപത്യത്തിൽ കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി, അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും, BJP ആയാലും കോൺഗ്രസ് ആയാലും അല്ലെങ്കിൽ ഏതെങ്കിലും മുന്നണി ആയാലും, ജയിച്ചു വരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ജയിക്കും എന്ന ഒരു എക്സിറ്റ് പോളിൻ്റെ പ്രവചനം വരുന്നത് നമ്മൾ വളരെ സന്തോഷത്തോടെ ആനന്ദദായകമായ ഒരു അന്തരീക്ഷത്തിൽ കാണണം എന്ന് മാത്രം പറഞ്ഞു എന്നുള്ളത്, നെഗറ്റീവേ അല്ല. പിന്നെ ഞാൻ വെറുതെ ഒരു ചോദ്യം ചോദിക്കുകയാണ് കേട്ടോ, തമാശയായിട്ട് എടുത്താൽ മതി. നമ്മൾ സൗഹൃദപരമായിട്ട് തന്നെയാണ് ചോദ്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നത്. കഴിഞ്ഞ ഒരു 10-15 ദിവസമായിട്ട് ആകെ നെഗറ്റീവ് ആയിരുന്നല്ലോ ഈ ചാനലിൽ. ഞങ്ങളോട് ചോദിച്ചിരുന്നത് മുഴുവൻ ഒരെണ്ണം പോലും പോസിറ്റീവ് ചോദിച്ചിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി തകരുന്നത്? എന്തുകൊണ്ടാണ് BJP ഇല്ലാതാവുന്നത്? എന്തുകൊണ്ടാണ് പോളിംഗ് കുറഞ്ഞത്? എന്തുകൊണ്ടാണ് വർഗീയ വിഷം ചുമർത്തുന്നത്? ഇങ്ങനെ കഴിഞ്ഞ ഒരു 15 ദിവസത്തെ മാധു അടക്കമുള്ള മാതൃഭൂമിയിലെ അവതാരകന്മാരുടെ ചർച്ച വെറും നെഗറ്റീവായിരുന്നു, BJP വിരുദ്ധതയുടെ നെഗറ്റീവ്. അപ്പോൾ ഒന്നും നിങ്ങളെന്നാ നെഗറ്റീവ് ചർച്ച ചെയ്തൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞതെല്ലാം കേട്ടിട്ട് ഞങ്ങൾ ഇരുന്ന് മറുപടി പറയുകയാണ് ചെയ്തത്. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. ഒരു നിമിഷം, എന്തായാലും വിഷയത്തിലേക്ക് വരാൻ ഇത്രയധികം വൈകിയല്ലോ. അതുകൊണ്ട് വിഷയത്തിലല്ലാതെ അങ്ങ് ഉന്നയിച്ച ഒരു കാര്യത്തിൽ കൂടി എനിക്ക് പറയാം. എന്തുകൊണ്ടാണ് BJP തകരുന്നത് എന്നൊരു ചോദ്യം കഴിഞ്ഞ 15 ദിവസത്തിനിടയിൽ ഏതെങ്കിലും ഒരു പാനലിസ്റ്റിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിലുള്ള ഒരു ജേർണലിസ്റ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദ്യം അങ്ങ് പ്രൊഡ്യൂസ് ചെയ്യണം പ്ലീസ്. ഞാനത് വിട്ടു.
അതെങ്ങനെയാ ശരിയാവാ? അങ്ങ് വളരെ അല്ലല്ല വളരെ വളരെ ഉത്തമ ബോധ്യത്തോടെ ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിനിധി വന്നിരുന്നു പറയാണ്. മാതൃഭൂമിയിലെ ജേർണലിസ്റ്റുകൾ ഇങ്ങനെയാണ് കഴിഞ്ഞ 15 ദിവസം ചോദിച്ചത്, എന്തുകൊണ്ടാണ് മോദി തകരുന്നത്, എന്തുകൊണ്ടാണ് BJP ഇല്ലാതാകുന്നത്? ഈ 2 ക്വസ്റ്റ്യൻ ഞാൻ എടുക്കുന്നത്. പോളിംഗ് ശതമാനമൊക്കെ ചോദിക്കും കേട്ടോ, ഇലക്ഷൻ അല്ലേ, ചോദിക്കില്ലേ? പോളിംഗ് കുറഞ്ഞൊക്കെ ചോദിക്കും ഉറപ്പായിട്ടും. എന്തുകൊണ്ടാണ് മോദി തകരുന്നത്, BJP ഇല്ലാതാകുന്നത് എന്ന 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം. ഇല്ലെങ്കിൽ ചോദിക്കാത്ത കാര്യം ഇനിയുള്ള 1 മണിക്കൂർ പറയരുത് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. എൻ്റെ മാധു, കഴിഞ്ഞ 15 ദിവസത്തെ അന്തിച്ചർച്ചയിൽ നിങ്ങളുടെ ക്യാപ്ഷൻ എടുത്താൽ മതി. മോദി തകർന്നു, BJP തകർന്നു, മോദി ഇല്ലാതാവുന്നു എന്ന ആന്തരിക അർത്ഥത്തോട് കൂടിയിട്ടുള്ളതായിരുന്നു നിങ്ങളുടെ ചർച്ച. നിങ്ങൾ വെറുതെ വാശി പിടിച്ച് എന്നോട് ചോദിക്കണ്ട. കഴിഞ്ഞ 15 ദിവസത്തെ നിങ്ങളുടെ ചർച്ചയുടെ ക്യാപ്ഷൻ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. അതുള്ളതിന്റെ നല്ല ബോധ്യത്തിലാണ് അങ്ങ് പറഞ്ഞ 2 കാര്യങ്ങൾ ഇങ്ങോട്ട് കാണിച്ചു തരൂ എന്ന് ഞാൻ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ കഴിഞ്ഞ 15 ദിവസത്തെ ഞാൻ ഈ ചർച്ചയിൽ ഒരു തരത്തിലും നിങ്ങളെ പ്രകോപിപ്പിക്കാനോ ഞാൻ പ്രകോപനത്തിൽ വശംവദനാവാനോ ആഗ്രഹിക്കാത്തത് കൊണ്ട് ഞാനത് വിടുകയാണ് പ്രേക്ഷകർക്ക്. കഴിഞ്ഞ 15 ദിവസത്തെ ചർച്ച എന്ന് പറയുന്നത് നിങ്ങളുടെ മാതൃഭൂമി മാത്രമല്ല, കഴിഞ്ഞ 15 ദിവസത്തെ ചർച്ച ഇവിടെയുള്ള എല്ലാ പാനലിസ്റ്റുകൾക്കും അറിയാം എന്തൊക്കെയായിരുന്നു. മലപ്പുറം കത്തി, അങ്ങ് ഉഗാണ്ടയിൽ നിന്ന് വന്നിട്ടുള്ള ചൂരൽവടി, പിന്നെ രാജസ്ഥാനിൽ വന്നിട്ടുള്ള പുലിനഖം, അങ്ങനെ എന്തൊക്കെയായിരുന്നു ഇവിടുത്തെ മാധ്യമങ്ങളുടെ ബഹളം. ഒരു തരത്തിലും മോദിക്ക് അനുകൂലമായ തരംഗമില്ല, ഒരു തരത്തിലും BJPക്ക് അനുകൂലമായ തരംഗമില്ല എന്ന് മാത്രമല്ല, അങ്ങ് ഡൽഹിയിൽ ഇതാ വരുന്നു ഒരു കുറുകിയ മനുഷ്യൻ, പതിഞ്ഞ സ്വരത്തിൽ മോദിയെ നേരിടാൻ കെജ്രിവാൾ കോടതി ഇറക്കി വിട്ടിരിക്കുകയാണ് അടിക്കാൻ. ഇങ്ങനെ എന്തൊക്കെ ആയിരുന്നു നിങ്ങളുടെ ബഹളം. എൻ്റെ പൊന്നും മാധു, വെറുതെ നമ്മൾ എന്തിനാ പരസ്പരം സംസാരിച്ചിട്ട് വിഷമിക്കുന്നത്? അല്ല, നമ്മൾ പരസ്പരം സംസാരിക്കാനാണ് ഞാൻ അങ്ങേ വളരെ ബഹുമാനപൂർവ്വം ചർച്ചയ്ക്ക് വിളിച്ചത്. അങ്ങീ പറഞ്ഞ കാര്യങ്ങളിൽ ആന്തരികാർത്ഥം അങ്ങ് ശസ്ത്രക്രിയ ചെയ്തെടുത്ത് പുറത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ അതിനപ്പുറത്തേക്ക് ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് സമ്മതിച്ചാൽ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പോയ അടുത്ത 1 മണിക്കൂർ ഞാൻ തർക്കിക്കാൻ തയ്യാറാണ്. ഞാൻ പറയാത്ത വാചകങ്ങൾ അങ്ങ് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു തരില്ല. എനിക്ക് നിങ്ങൾ സമ്മതിച്ച് തരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ 15 ദിവസത്തെ നിങ്ങൾ മാത്രമല്ല, മാതൃഭൂമി മാത്രമല്ല, കഴിഞ്ഞ 15 ദിവസത്തെ ഈ കേരളത്തിലെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഊഹാപോഹങ്ങളും ഒരു യൂഫോറിയയും എന്തായിരുന്നു എന്ന് നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. അപ്പം ഞാനത് വീണ്ടും ചർച്ചയ്ക്ക് വെക്കുന്നില്ല. ഞാനത് സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾ വീണ്ടും കുത്തിപ്പൊക്കുകയാണെങ്കിൽ 15 ദിവസത്തെ ക്യാപ്ഷൻ 4-ാം തീയതി പൊട്ടിക്കാൻ വെച്ചിരുന്നല്ലേ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വെച്ചിരുന്ന തലക്കെട്ടെടുത്ത് വെച്ച് ആഘോഷിക്കാൻ വെച്ചല്ലേ നിങ്ങളും നിങ്ങളുടെ സൈബർ ടീമും ഇരിക്കട്ടെ. 4-ാം തീയതി പൊട്ടിക്കാൻ എന്തെങ്കിലും ബാക്കി വേണ്ടേ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ? 1 മിനിറ്റ്. ശരി ഞാൻ വരാം. ശരി ഞാൻ വരാം അങ്ങയിലേക്ക്. അഡ്വക്കേറ്റ് അബിൻ വർക്കി, ഒരു വാക്ക് പറഞ്ഞിട്ട് ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് ഒരു വരി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അതായത് ഈ എക്സിറ്റ് പോൾ ഫലം അത് ശരിയാവുകയാണെങ്കിൽ രാഷ്ട്രീയമായി ഭാരതീയ ജനതാ പാർട്ടി ഭാരതത്തിൻ്റെ ഒരു പാൻ ഇന്ത്യ രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറുകയാണ്. 2014 അത് വടക്കേ ഇന്ത്യയിൽ മാത്രമേ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. 2019 അത് വടക്കേ ഇന്ത്യയും കിഴക്ക് പടിഞ്ഞാറൻ ഇന്ത്യയും കൂടി അത് ഗ്രസിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ 2024 തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത് പോലെയാണെങ്കിൽ അത് ഭാരതം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന, അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം എങ്ങനെയായിരുന്നു കോൺഗ്രസ്, അതേപോലെ തെക്കും ദക്ഷിണ ഭാരതവും കീഴടക്കുന്ന ഒരു പാൻ ഇന്ത്യ പ്രസ്ഥാനമായി ഭാരതീയ ജനതാ പാർട്ടി മാറിയിരിക്കുന്നു എന്നുള്ള അഭിമാനത്തോടു കൂടി അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശരി, ഓക്കെ. ഒരു കാര്യം അങ്ങ് പറയാനുള്ള സമയം ആവശ്യപ്പെട്ട് അത് നൽകിയിരിക്കുന്നു. അഡ്വക്കേറ്റ് അബിൻ വർക്കി, ഞാൻ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനോട് ചോദിച്ച ഒരു ചോദ്യം, അദ്ദേഹം അത് തൊട്ടില്ല, അദ്ദേഹത്തിന് പറയാനുള്ള മറ്റു രാഷ്ട്രീയ കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാൻ ആ ചോദ്യം അങ്ങയിലേക്ക് നൽകുകയാണ്. 27% കേരളത്തിൽ BJPക്ക് പ്രെഡിക്റ്റ് ചെയ്യുന്ന, ഈ പറയുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു പോളിംഗ് % എന്ന് പറയുന്നത്.
അതുണ്ടാകുമോ? വോട്ട് വിഹിതം ഇത്രയധികം BJPക്ക് ഉണ്ടാകുമോ? 3 സീറ്റുകൾ വരെ BJPക്ക് നേടാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ടെന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ടോ? തീർച്ചയായിട്ടുമില്ല. ഇപ്പോൾ 27% പോൾ വിഹിതം കേരളത്തിൽ BJPക്ക് ഉണ്ടാകുമെന്ന് കോൺഗ്രസ് കരുതുന്നില്ല. അല്ലെങ്കിൽ 3 സീറ്റ് പോയിട്ട് 1 സീറ്റിൽ പോലും ജയിക്കുമെന്ന് കോൺഗ്രസ് കരുതുന്നില്ല. 3ാമത്തെ സീറ്റ് ജയിക്കുമെന്ന് 3ാമത്തെ സീറ്റ് ഏതാണെന്ന് പ്രതീക്ഷ പോലും ഇല്ലാതിരുന്ന ആളുകളാണ്. അവർ ആ സീറ്റ് ഏതാണെന്ന് അന്വേഷിക്കുകയാണ്. അത് പോട്ടെ. പിന്നെ എക്സിറ്റ് പോൾ ഫലങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾ നടത്തിയ ചില വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ കുറച്ച് സാമ്പിളുകൾ എടുത്ത് നടത്തിയ എക്സിറ്റ് പോളുകളാണ്. അത് കുറേ പ്രാവശ്യം ശരിയായി വരികയും കുറേ പ്രാവശ്യം തെറ്റായി വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിനെയൊന്നും കൂടുതൽ ഇവിടെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ കൃത്യം 48 മണിക്കൂർ കഴിയുമ്പോൾ ഇന്ത്യ രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരും. ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഞങ്ങൾ എവിടെയാണോ തുടങ്ങിയത് അന്ന് ഞങ്ങൾ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഇന്നും ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ഇന്ത്യ മുന്നണി എന്ന നിലയിൽ സർക്കാർ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. കേരളത്തിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കേരളത്തിൽ 2020 എന്ന ഞങ്ങളുടെ മാന്ത്രിക സംഖ്യയിലേക്ക് വരാൻ സാധിക്കുമെന്ന് ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യവും കഴിഞ്ഞ എക്സിറ്റ് പോൾ ഫലങ്ങളിലും കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തെറ്റായി പോയത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോളുകൾക്ക് പകരമായി ജനങ്ങൾ നടത്തിയ യഥാർത്ഥ പോളിൻ്റെ ഫലത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് എക്സിറ്റ് പോളുകൾക്കപ്പുറം ഞങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ഓക്കെ, മോദി പോൾ എന്നാണ് ഇന്ന് രാഹുൽ ഗാന്ധി എക്സിറ്റ് പോളുകളെ വിളിച്ചത് എന്നതുകൂടി പറഞ്ഞു വെക്കട്ടെ. ശ്രീ എസ് കെ സജീഷ്, ഇന്നലെ ഈ എക്സിറ്റ് പോൾ ചർച്ചകളുമൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു, ഇന്ത്യ ടുഡേയുടെയൊക്കെ സർവേ ഫലങ്ങൾ എന്ന് പറയുന്നത് വേണമെങ്കിൽ ഇടത് മുന്നണി 0 സീറ്റുകളിലേക്ക് വരെ ചുരുങ്ങാം എന്നുള്ളതൊക്കെയാണ്. എക്സിറ്റ് പോളിലെ ഏറ്റവും വിശ്വസിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ നമുക്ക് വിചാരിക്കാൻ കഴിയാത്ത പല പ്രവചനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതും. പക്ഷേ BJPക്ക് 392 സീറ്റുകൾ വരെ ദേശീയ തലത്തിൽ പ്രവചിക്കുന്ന സർവേകൾ കേരളത്തിൽ 27% വോട്ട് വിഹിതം പ്രവചിക്കുന്നു, 3 സീറ്റുകൾ വരെ എന്നുള്ളത്. കേരള രാഷ്ട്രീയം അടിമുടി മാറുകയാണോ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ പറഞ്ഞ വഴിക്ക്? ഒരു തരത്തിലുമില്ല എന്ന് കേരളത്തിലെ രാഷ്ട്രീയം പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാകും. BJPക്ക് 27% വോട്ടിലേക്ക് എത്തണമെങ്കിൽ BJP കേരളത്തിൽ എത്ര മുന്നോട്ട് പോകേണ്ടി വരും എന്ന് പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിലായി കുറഞ്ഞ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കാണാൻ വേണ്ടി കഴിയും. മാത്രവുമല്ല, ഇവിടെ അവർ ജയിക്കുന്ന മണ്ഡലം ഏത് എന്ന് അവർക്ക് പോലും പറയാൻ വേണ്ടി പറ്റില്ല. കേരളത്തിൽ മൊത്തം പരിശോധിക്കുമ്പോൾ 27% എന്ന് പറയുമ്പോൾ പല സ്ഥലത്തും അവർ വെച്ച സ്ഥാനാർത്ഥികൾ, അവരുടെ പെർഫോമൻസ്, അവരുടെ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള പെർഫോമൻസ്, ഇതെല്ലാം എങ്ങനെയായിരുന്നു എന്ന് പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. പക്ഷേ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടി പോവുകയാണ്. ഈ അവസാന നിമിഷം അദ്ദേഹം ശ്രീ ഗോപാലകൃഷ്ണൻ കാണിക്കുന്ന പോലെയുള്ള വർത്തമാനം പറയണമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഈ എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് എപ്പോഴും പല പല താല്പര്യങ്ങളുടെ കൂടി ഭാഗമായി വരുന്നതാണ് എന്ന് പരിശോധിച്ചാൽ അറിയാം. ഇന്ന് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മോദിയുടെ ഒരു PR വർക്ക് തന്നെയാണ് ഈ എക്സിറ്റ് പോൾ അഭ്യാസത്തിൻ്റെ ഭാഗമായും കാണാൻ വേണ്ടി കഴിയുന്നത്. BJP സ്പോൺസർ ചെയ്യുന്ന മോഡി മീഡിയയുടെ അവരുടെ ഒരു മറ്റുള്ളവരുടെ ആത്മവിശ്വാസം നശിപ്പിക്കാനും ചില സാമ്പത്തിക താല്പര്യങ്ങൾ ഉൾപ്പെടെ അതിൽ നിഴലിക്കുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം, തൊട്ടടുത്ത ദിവസം മോദിയുടെ അടുത്ത സുഹൃത്തായിട്ടുള്ള അദാനി ഏഷ്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനായി മാറിയിരിക്കുന്നു. ഒരു ദിവസം മോഡി അധികാരത്തിൽ തുടരും എന്ന് പറഞ്ഞാൽ അത്രയും ഷെയർ മാർക്കറ്റിൽ ഉൾപ്പെടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇതേപോലെ കൂട്ടുനിൽക്കുന്ന ആളുകൾക്ക് ലാഭകരമായിരിക്കും എന്നതുൾപ്പെടെ ഈ കാര്യങ്ങളെല്ലാം പ്രതിഫലിച്ചേക്കാം. സാമ്പത്തിക താല്പര്യങ്ങൾ ഉൾപ്പെടെ പ്രതിഫലിച്ചേക്കാം, PR വർക്ക് ഉൾപ്പെടെ പ്രതിഫലിച്ചേക്കാം. കാരണം ഈ മീഡിയയൊക്കെ പലതിനെയും ഇവർ വാങ്ങിയിരിക്കുകയാണ് എന്ന് നമുക്ക് അറിയാമല്ലോ. രാജ്യത്ത് മീഡിയ എങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. അതിൻ്റെയും വിശദാംശങ്ങളിലേക്ക് പോകണമെന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടെ 99-ൽ അടൽ ബിഹാരി വാജ്പേയി അധികാരത്തിൽ വന്ന് തുടർന്ന് 2004 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇതേപോലെ എക്സിറ്റ് പോൾ ഫലങ്ങളുണ്ടായിരുന്നു, സർവേ ഫലങ്ങളുണ്ടായിരുന്നു. അതിൽ കേവല ഭൂരിപക്ഷം BJPക്ക് പ്രവചിച്ചതായിരുന്നു. അവർ ഇന്ത്യ ഷൈൻ ചെയ്യുന്നു, ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യം വെച്ചുകൊണ്ടാണ് അന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. മാത്രവുമല്ല, കാർഗിൽ യുദ്ധം ഉൾപ്പെടെയുള്ള പശ്ചാത്തലം, അതിതീവ്രമായ ദേശീയത ഉൾപ്പെടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള പരിശ്രമം നടത്തി. ആ ഘട്ടത്തിൽ വന്ന എക്സിറ്റ് പോൾ ഫലം ഉൾപ്പെടെ അവർക്ക് കേവല ഭൂരിപക്ഷമായിരുന്നു. പക്ഷേ അവർക്ക് NDAക്ക് 181 സീറ്റിലേക്ക് ഒതുങ്ങുകയും പിന്നീട് 10 വർഷക്കാലം NDA അധികാരത്തിൽ വരാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് മാറി എന്നത് നമ്മുടെ മുന്നിലുള്ള അനുഭവമാണ്. ഇവിടെ
ഈ കണക്കുകളും കാര്യങ്ങളും എല്ലാം ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുമ്പോൾ എവിടെയാണ് ഇവർക്ക് സീറ്റ് കൂടാനുള്ളത് എന്നെല്ലാമുള്ള ചോദ്യം മുന്നിൽ നിൽക്കുന്നുണ്ട്. ഞാൻ അതിന്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കേരളത്തിൽ നിന്ന് 3 സീറ്റുകൾ വരെ എന്ന് പറയുകയാണെങ്കിൽ സതീഷ് അങ്ങനെ കൂട്ടി എണ്ണിപ്പറക്കി എടുക്കാമല്ലോ എന്നുള്ളതാണ് അവരുടെ ആത്മവിശ്വാസം. കേരളത്തിൽ ഇതുവരെ നിലം തൊടാത്ത ഒരു മുന്നണിക്ക് 3 സീറ്റുകൾ വരെയാണ് അവരുടെ പ്രതീക്ഷ. മധു, നമുക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾക്ക് 35 സീറ്റ് കിട്ടുന്നു, അത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അധികാരത്തിൽ വരും എന്നെല്ലാം പറഞ്ഞ ഒരു സാഹചര്യം കേരളത്തിലെ BJPയുടെ നേതാക്കന്മാർക്കുണ്ടായിരുന്നു. എത്രയായിരുന്നു ആത്മവിശ്വാസം? എന്നിട്ട് പോയത് 0-ലേക്കാണ്. അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അവർക്ക് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഒക്കെ വലിയൊരു കാര്യമായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. ഇലക്ഷൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ അങ്ങനെ ഒരു ഫീല് മലയാളികൾക്ക് ആർക്കെങ്കിലും ഉണ്ടായി എന്ന തോന്നിച്ചയും നമുക്കില്ല. അതുകൊണ്ടാണ് ആ കാര്യങ്ങളിലേക്ക് കൂടുതൽ പോകേണ്ട സാഹചര്യമില്ലാത്തത്. കാരണം മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കണമെന്ന് ഇന്ത്യ ആകെ ആഗ്രഹിക്കുന്നതുകൊണ്ടാണല്ലോ ഈ BJPയുടെ തോൽവി ഇന്ത്യ ആഗ്രഹിക്കുന്നത്. ആ മതനിരപേക്ഷത ഇന്ത്യക്ക് മാതൃകയായി ഉയർത്തിപ്പിടിക്കുന്ന സംസ്ഥാനം എന്നുള്ള നിലയിൽ കേരളം അതിൽ നിന്ന് പുറകോട്ട് പോകുമെന്ന് കരുതേണ്ടതില്ല. പക്ഷേ ഇങ്ങനെ എക്സാജറേറ്റ് ചെയ്ത ഒരു കണക്ക് എക്സിറ്റ് പോളിൻ്റെ ഭാഗമായി അവതരിപ്പിക്കുമ്പോൾ അവർ 3 അല്ല 10 സീറ്റ് BJP കിട്ടും എന്ന് ചേർത്ത് വെക്കാഞ്ഞത് ഭാഗ്യം എന്ന് മാത്രമേ അതിൽ പറയാനുള്ളൂ. പിന്നെ ഇവരെവിടെയാണ് കൂടുതൽ സീറ്റ് നേടാനുള്ളത് എന്നുള്ളത് നമ്മുടെ മുന്നിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. നമുക്ക് ഇപ്പോൾ നോക്കിയാൽ ഇപ്പോൾ മധ്യപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ 29-ൽ 28 സീറ്റും അവർ നേടിയതാണ്. രാജസ്ഥാനിൽ അവർ പൂർണ്ണമായും സീറ്റ് നേടിയതാണ്. ഗുജറാത്തിൽ പൂർണ്ണമായും സീറ്റ് നേടിയതാണ്. പിന്നെ അതുപോലെ UPയിൽ മാക്സിമം അവർക്ക് നേടാൻ വേണ്ടി കഴിയാവുന്ന സീറ്റുകളെല്ലാം നേടിയതാണ്. ഇങ്ങനെ ഓരോ സ്റ്റേറ്റും എടുത്ത് പരിശോധിച്ചാൽ ആ സ്റ്റേറ്റിലെല്ലാം ഉത്തരേന്ത്യയിൽ അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായ സീറ്റുകൾ നേടിയതാണ്. എന്തിനേറെ പറയുന്നത് ദക്ഷിണേന്ത്യയിൽ തന്നെ അവർ പ്രതീക്ഷ അർപ്പിക്കുന്ന കർണാടകത്തിൽ 28-ൽ 25 സീറ്റ് നേടിയതാണ്. ഇതൊന്നും ഈ തവണ ലഭിക്കില്ല എന്നുള്ളത് സാമാന്യമായ രാഷ്ട്രീയ പഠിതാക്കൾക്ക് ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ പിന്നെ കേരളത്തിൽ നിന്ന് 3 മറ്റുള്ള സ്ഥലത്തു നിന്ന് അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഈ എണ്ണം ഒപ്പിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ടാണ് അത്തരത്തിൽ ഉള്ള പ്രവചനങ്ങളും അത്തരത്തിലുള്ള വർത്തമാനങ്ങളും എല്ലാം കേൾക്കുന്നത്. ഏതാണ് 3ാമത്തെ സീറ്റ് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ BJPയുടെ പ്രതിനിധിക്ക് പോലും ഒരാളോട് ചോദിച്ചാൽ ഒരഭിപ്രായവും മറ്റൊരാളോട് ചോദിച്ചാൽ വേറെ ഒരു അഭിപ്രായവും ആകാനാണ് സാധ്യത. ആ രീതിയിലാണ് ഈ കാര്യങ്ങളെല്ലാം വരുന്നത്. പക്ഷേ ശരി, ഞാൻ എങ്ങനെയൊക്കെ വരാം. ഡോക്ടർ ഫസൽ ഗഫൂർ 391 സീറ്റുകളുടെ ഹ്യൂജ് വിക്ടറിയാണ് ഏറ്റവും കൂടുതലായി പ്രവചിക്കപ്പെടുന്നത്. അപ്പോൾ ഇത്രയധികം ആത്മവിശ്വാസം BJPക്ക് നൽകുന്ന ഒരു എക്സിറ്റ് പോൾ കഴിഞ്ഞ തവണ പോലും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ തവണ ഏതാണ്ട് 303 സീറ്റുകളാണ് ആകെ ഇന്ത്യക്ക് പ്രവചിക്കപ്പെട്ടത്. അവർ അതിനേക്കാൾ പെർഫോം ചെയ്തു എന്നത് നമുക്ക് അറിയുകയും ചെയ്യാം. ഇപ്പോൾ SK സതീഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, UPയിലെമ്പാടും ഹരിയാനയിലെമ്പാടും ഇങ്ങനെ ഗുജറാത്തിലെമ്പാടും കിട്ടാവുന്ന സീറ്റുകൾ പരമാവധി സമാഹരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ തവണത്തെ ഒരു നമ്പറിലേക്ക് എത്തിയത് NDA. അവിടെ നിന്ന് ഇനി സമാഹരിക്കാൻ കഴിയുന്നത് തെക്കേ ഇന്ത്യയിൽ നിന്ന് അടക്കമുള്ള കിഴക്ക് പ്രദേശത്ത് നിന്ന് അടക്കമുള്ള സീറ്റുകൾ എന്നുള്ളതാണ് BJPയുടെ ആത്മവിശ്വാസം. അവിടെ സജീഷ് പറഞ്ഞത് ശരിയാണ്, കേരളം, തമിഴ്നാട്, കർണാടക ഒക്കെ ശരി. അതിനപ്പുറത്ത് ആന്ധ്രയിൽ നിന്ന്, തെലങ്കാനയിൽ നിന്ന് ഒക്കെ അവർക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ, അതോ ഇത് ഊതിപ്പെരിപ്പിച്ചൊരു കണക്കാണോ? ഈ കണക്ക് ഞാൻ ശരിക്കും പഠിച്ചിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി ജയിച്ചേക്കാമെന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ പ്രതീക്ഷയിൽ എനിക്ക് തെറ്റൊന്നുമില്ല. പക്ഷേ ഈ മീഡിയ കാണിക്കുന്ന മുഴുവൻ തെറ്റാണ്. ഞാൻ പറഞ്ഞുതരാം. അവരുടെ തന്നെ കണക്കെടുക്കണമെങ്കിൽ ബീഹാറിൽ 10 സീറ്റ് പോയി, 39-1 അതിപ്പോൾ RJD അവരും കൂടി 9 സീറ്റ് നേടുമെന്ന് പറയുന്നുണ്ട്. ഉത്തർപ്രദേശിൽ ഈക്വൽ, ഒരു സീറ്റ് അങ്ങോട്ടുമില്ല ഒരു സീറ്റ് ഇങ്ങോട്ടുമില്ല എന്ന് പറയുന്നു. അതേസമയം നമ്മൾ നോക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ തവണ ഉദ്ധവ് താക്കറെ അവരുടെ കൂടെയാണ്. അപ്പോൾ ഉദ്ധവ് താക്കറയുടെ 11 സീറ്റ് ഇത്തവണ വരുന്നുണ്ട്, ജയിക്കുമെന്ന് ഇവരുടെ പോളിൽ പറയുന്നു. അപ്പോൾ 11 സീറ്റ് വേറെ വന്നു. രാജസ്ഥാനിൽ 7 സീറ്റ് ജയിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ നിലക്ക് നമ്മൾ കൂട്ടി നോക്കുമ്പോൾ ഒരു 40 സീറ്റ് കുറവായിട്ടാണ് അവർ നിൽക്കുന്നത്. പക്ഷേ അവർ മേക്കപ്പ് ചെയ്യണ കുറച്ച് ഏരിയാസ് ഉണ്ട്, അതില്ല നമ്മൾ പറഞ്ഞാൽ പറ്റില്ല. നമ്പർ 1 ബംഗാളാണ്. ബംഗാളിൽ ചിലപ്പോൾ അവർക്ക് 5 or 6 സീറ്റ് കഴിഞ്ഞ തവണ 18 ഇത്തവണ 24 26 ഒക്കെ കിട്ടിയെന്നിരിക്കും. ഒന്ന്. രണ്ടാമത് അവർ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് നവീൻ പട്നായിക്കായിട്ട്. അതെ, അപ്പോൾ 5 സീറ്റ് കൂടുതൽ കൂട്ടിക്കോ. ഞാൻ നേരത്തെ പറഞ്ഞ 40 സീറ്റാണ് കേട്ടോ. അപ്പുറത്ത് കാരണം ഹരിയാന, പഞ്ചാബ്, ഡൽഹി അവിടെയൊക്കെ 4-5 സീറ്റ്. ഞാൻ കൂടുതൽ വലിയ സീറ്റ് 10 തൂത്തുവരെന്നൊന്നും പറയണ്ട. ഇന്ത്യ അലയൻസിന് 2-3 ഒക്കെ സംസ്ഥാനങ്ങളിലൊക്കെ കിട്ടും. അവിടെ ഉണ്ട് ഓൾറെഡി സീറ്റ്.
അതേസമയം ഹിമാചലിൽ ഉത്തരാഖണ്ഡിലൊന്നും ഞാൻ സീറ്റ് കൂട്ടുന്നില്ല. രാജസ്ഥാനിൽ മറ്റേ ഗുജറാത്തിൽ കൂട്ടിയിട്ടില്ല, മധ്യപ്രദേശിൽ കൂട്ടിയിട്ടില്ല, അവിടെയൊന്നും കൂട്ടിയിട്ടില്ല. കർണാടകയിൽ 7 സീറ്റ് കിട്ടും. അത് 40 സീറ്റ് കിട്ടിയാൽ ഇവർക്ക് എവിടെ നിന്നാണ് മറ്റ് സീറ്റുകൾ വരുന്നതെന്ന് വെച്ചാൽ BJD ആയിട്ട് അലയൻസ് ഉണ്ട് ഇവരുടെ ഉള്ളിൽ. അതായത് അസംബ്ലി ഇലക്ഷനിൽ BJDയെ സപ്പോർട്ട് ചെയ്യണം, ഇപ്പുറത്തെ ലോകസഭയിൽ BJDക്ക് വോട്ട് കൊടുക്കണം. അത് അങ്ങനെയാണ് അവിടുത്തെ ഒറീസയിൽ ഇപ്പോൾ പൊതു വർത്തമാനം തന്നെ എടുക്കുന്നത്. അതനുസരിച്ചിട്ട് ഇവർക്ക് 8 സീറ്റുള്ളടത്തുനിന്ന് ഇവർക്ക് ഒരു 6 സീറ്റ് അവിടെ കൂടുതൽ കിട്ടുന്നു. മമതയിൽ നിന്ന് നേരത്തെ പറഞ്ഞവർ 6 സീറ്റ് കൂടുതൽ കിട്ടുന്നു. അങ്ങനെ കുറച്ച് സീറ്റുകൾ ഇവർക്ക് എല്ലാം കൂടെ മാക്സിമം എല്ലാ സ്ഥലവും കൂടെ കൂട്ടിയ ഇവർക്ക് 25 സീറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഒരു 15 സീറ്റ് പുറോട്ടാണ് ഇവർ പോകുന്നത്. അത് മേക്കപ്പ് ചെയ്യാനാണ് ഈ മീഡിയ പറയുന്നത്. തമിഴ്നാട്ടിൽ ഇവർക്ക് 3 സീറ്റ് കിട്ടുമോ? പെർസെൻറ്റേജ് ഓഫ് വോട്ട് നോക്കിയാൽ തന്നെ അണ്ണാ DMKയുടെ പെർസെൻറ്റേജ് ഓഫ് വോട്ട് 25ആയിട്ട് അത് നിലനിൽക്കുകയാണ്. കേരളത്തിൽ 3 സീറ്റ് കൊടുക്കുന്നു. തെലുങ്കാനയിൽ ഇവർക്ക് 10 സീറ്റ് കൊടുക്കും. തെലുങ്കാനയിൽ ഇവർക്ക് 4 സീറ്റേ ഉള്ളൂ. 4ൽ നിന്ന് ഇങ്ങനെ ഇവർ 10ലോട്ട് പോകണം. ആന്ധ്രാപ്രദേശിൽ ഇവർക്ക് 4 സീറ്റ് കിട്ടും. അവർക്ക് 6 സീറ്റ് കൊടുത്തിട്ടുണ്ട് തെലുങ്കുദേശം. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ അതൊക്കെ അവർ ബുദ്ധിപൂർവ്വം ചെയ്തിട്ടുള്ളതാണ്. അതിനവർ അഭിനന്ദിച്ചിട്ടേ പറ്റൂ. കാരണം അവർ JDUവിനെ തിരിച്ചു കൊണ്ടുവന്ന വകയിൽ അവർക്കൊരു 10-20 സീറ്റ് കിട്ടി. മറ്റേ 39 ഒന്ന് തിരിഞ്ഞു വീണേനെ മനസ്സിലെ ഇന്ത്യ അലയൻസിന് അനുകൂലമായിട്ട്. അതേമാതിരി തന്നെ തെലുങ്കുദേശമായിട്ട് ഇവർ ലാസ്റ്റ് മിനിറ്റിൽ അലയൻസ് ഉണ്ടാക്കുന്നു. മറ്റേ രാഷ്ട്രീയ ലോകതലായിട്ട് ഇവർ അലയൻസ് ഉണ്ടാക്കുന്നു. അപ്പോൾ വെറും സോഷ്യൽ എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ വർഗീയത മാത്രമല്ല, ഇവരുടെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് അവിടെ കാര്യമായിട്ട് നടന്നിട്ടുണ്ട്. അല്ലാതെ നരേന്ദ്രമോദിയുടെ മിടുക്കാണെന്നോ അല്ലെങ്കിൽ ഒരു വലിയൊരു ഓളം ഉണ്ടെന്നൊന്നും പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. പൊളിറ്റിക്കലായിട്ട് അവരുടെ അനാലിസിസ് അനുസരിച്ചിട്ട് എല്ലാ സ്ഥലത്തും അവർ അലയൻസുകൾ പോയി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് കൊച്ചു പാർട്ടികളായിട്ട് പല സ്ഥലങ്ങളിലും ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ ബുദ്ധിപൂർവ്വം ചെയ്തിട്ടുള്ളത്. കാരണം 1-2 സീറ്റുകൾ. ഏതായാലും ഒരു കാര്യം ഞാൻ ഫൈനലി തീർത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, അവർക്ക് 303 സീറ്റാണ് ഉണ്ടായിരുന്നത്. 300 അന്ന് അവരുടെ കൂടെ അകാലിദളും അണ്ണാഡിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് പതിനുപകരം JDU മറ്റുള്ള ഇവരൊക്കെ വലിയ തെലുങ്കുദേശമൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സീറ്റ് പോലും കൂടുതൽ കിട്ടാൻ പോകുന്നില്ല കഴിഞ്ഞ തവണത്തിൽ നിന്ന്. അതിൽ നിന്ന് കുറയാനാണ് സാധ്യതയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ റീഡിങ്. ഇന്ത്യ മുന്നണിയുടെ സീറ്റ് സങ്കല്പങ്ങളോ 295 കണക്കിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അത് ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഞാൻ ഇന്ത്യ മുന്നണിയുടെ അവരോട് അടുപ്പമുള്ള ആളാണ്, അവരെ കൂട്ടത്തിൽപ്പെട്ട ആൾ തന്നെ വെച്ചോ, മനസ്സിലല്ലേ? പക്ഷേ അത് ഞാൻ ഒരിക്കലും, കാരണം രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള ഇവിടെ MES പ്രസിഡൻ്റായിട്ടല്ലോ ഞാൻ സംസാരിക്കുന്നത്. ഞാൻ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ വസ്തുതകൾ കണക്കിൽ വെച്ചുകൊണ്ട് മുൻപത്തെ വസ്തുതകൾ വെച്ചു അലയൻസസിൻ്റെ പെർസെൻറ്റേജ് ഇപ്പോൾ കാരണം JDUയുടെ വോട്ട് ശതമാനം താഴത്തോട്ട് പോയി. അതുകൊണ്ടാണ് അവിടെ RJD മുന്നിൽ വരുന്നത്. RJDയുടെ 15% വോട്ട് മുകളിലോട്ട് വരിക്കുന്നത്. ഇവരെ ഈ ഡാറ്റ വെച്ചിട്ട് തന്നെ. അപ്പോൾ അതേമാതിരി SP-യുടെ വോട്ട് ശതമാനം കൂടിയിട്ടുണ്ട്. അത് 30-32% കൂടി. BSPയുടെ വോട്ട് ശതമാനം 8% കുറഞ്ഞു. ഇതാണ് അനാലിസിസ്. അല്ല, ഇതിൽ എനിക്ക് വ്യക്തിപരമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ട് അവർക്ക്. ആ കാഴ്ചപ്പാട് വെച്ചിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ഏതായാലും ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നാൽ തന്നെ ഇപ്പോഴത്തെ 303-ൽ നിന്ന് കുറയാനാണ് സാധ്യത. കുറച്ചും കൂടെ കുറയണം. വലുതായിട്ടൊന്നും കുറയില്ല, പക്ഷെ കുറയാനായിരുന്നു സാധ്യത. ചിലപ്പോൾ 2014 മാറ്റൊരു സിറ്റുവേഷനിലോട്ട് പോയിക്കൂടാന്നുമില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇന്ത്യയിലെ ഇതിൻ്റെ പൊളിറ്റിക്സിനെ ഞാൻ കാണുന്നത്. പിന്നെ എക്സിറ്റ് പോളുകളൊന്നും നോക്കണ്ട. വെറുതെ 394 മരത്തിലുണ്ടാവോ? 400 മരത്തിൻ്റെ മുകളിലുണ്ടാവോ? ഇല്ലല്ലോ. പാർട്ടികളില്ല ഇവിടെ. എത്രയോ പാർട്ടികൾ, എത്രയോ പ്രാദേശിക പാർട്ടികൾ നിലനിൽക്കുന്നുണ്ട്. അവർക്കൊന്നും ഒരു വോട്ടും കിട്ടൂലേ? അവരൊക്കെ അങ്ങോട്ട് തൂത്തളയോ? അതൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് നമ്മളൊരു ഫാക്ച്വലായിട്ട് പോകണം. കാരണം എൻ്റെ റീഡിംഗ് അനുസരിച്ച് തമിഴ്നാട്ടിൽ DMK സ്വീപ്പായിരിക്കും. 39 സീറ്റും DMK അലയൻസിന് കിട്ടും അവിടെ. കാരണം അണ്ണാ DMKയുടെ കൂടെ പാർട്ട്നേഴ്സ് ഇല്ല, മനസ്സിലായി, അവരൊറ്റക്കാണ്. മറ്റവരൊക്കെ PMK ഒക്കെ BJPയുടെ കൂടെ മുന്നണിയിലാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു സാധ്യതയേ ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇതാണ് ഞാൻ മൊത്തത്തിൽ കാണുന്ന ഒരു കാഴ്ചപ്പാട്. ശരി, അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, 3ാമത്തെ മണ്ഡലം എന്ന രീതിയിൽ ആറ്റിങ്ങലിനെയാണ് BJP പരിഗണിക്കുന്നത്. തൃശ്ശൂരിൽ വിജയസാധ്യത, തിരുവനന്തപുരത്ത് വിജയസാധ്യത, 3ാമത്തെ മണ്ഡലം എന്ന രീതിയിൽ കേരളത്തിൽ ആറ്റിങ്ങൽ, അല്ലെങ്കിൽ ഏറെയും കുറച്ചും പറയാം അങ്ങേക്ക്. അപ്പോൾ ഈ ആറ്റിങ്ങൽ എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷത്തിന്റെ കോട്ടയായിരുന്നു. സമ്പത്ത് തുടർച്ചയായ വിജയം കൈവരിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ്. അവിടെ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ വലിയ മുന്നേറ്റമുണ്ടാക്കി എന്നത് പ്രധാനവുമാണ്. ഇത്തവണ V. ജോയ് എന്ന് പറയുന്ന ഇടത് സ്ഥാനാർത്ഥി അവിടെ നിൽക്കുന്നുണ്ട്. അടൂർ പ്രകാശ് കഴിഞ്ഞ തവണ 38,247 വോട്ടുകൾക്ക് വിജയിച്ച മണ്ഡലം. എത്ര വോട്ട് ഷിഫ്റ്റ് ഉണ്ടായാൽ നിങ്ങൾക്ക് വിജയിച്ചു കയറാൻ കഴിയും? ഞാൻ നിങ്ങളുടെ ചോദ്യത്തിനൊക്കെ ഉത്തരം പറയാം. അതിനു മുമ്പ് എൻ്റെ സഹ പാനലിസ്റ്റുകൾ പറഞ്ഞത് ഞാനൊന്ന് സൂചിപ്പിച്ചോട്ടെ. ഞാൻ എക്സിറ്റ് പോൾ ഫലം ശരിയാവുകയാണെങ്കിൽ എന്ന വാക്കാണ് ഞാൻ ഉപയോഗിച്ചത്. ഞാൻ വളരെ വ്യക്തമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, ഒരവകാശവാദവും, കാരണം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു.
ഇനി ഒരു രാത്രി നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു പകലും കാത്തിരുന്നാൽ നമുക്ക് യാഥാർത്ഥ്യം തിരിച്ചറിയാം. ഞങ്ങൾ ഒരു അവകാശവാദവും മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നില്ല. എക്സിറ്റ് പോൾ ഫലം ശരിയാവുകയോ ശരിയാവാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷെ ഒരു അവകാശവാദം ഞങ്ങൾ മുന്നോട്ട് വെക്കും. അത് ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ 272 സീറ്റുകൾ കിട്ടിയാൽ അത് ഭൂരിപക്ഷമാകും. ആ 272 സീറ്റുകൾ ഭാരതീയ ജനതാ പാർട്ടി നേടി 3ാം വട്ടവും ഞങ്ങൾ അധികാരത്തിൽ വരും. ഞങ്ങളുടെ പ്രധാനമന്ത്രി, നാടിൻ്റെ പ്രധാനമന്ത്രി, ഞങ്ങളുടെ നേതാവ് നരേന്ദ്രമോദി, അദ്ദേഹം മിടുക്കനായതുകൊണ്ടാണ് 3ാം വട്ടവും അദ്ദേഹം അധികാരത്തിൽ വരുന്നത് എന്ന് സാധാരണക്കാർക്ക് എല്ലാവർക്കും അറിയാം. വലിയ ബുദ്ധിജീവികൾക്ക് ഒരുപക്ഷെ അത് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് സാധാരണക്കാരറിയുന്ന ഭാഷയിൽ 3ാം വട്ടവും ഞങ്ങൾ അധികാരത്തിൽ വരും. ഇന്ത്യയിൽ 3ാം വട്ടം അടുത്തടുത്ത്, അതായത് 3 പ്രാവശ്യം ഇന്ത്യയിൽ ജയിച്ചത് എൻ്റെ രാഷ്ട്രീയ വിജ്ഞാനമനുസരിച്ച് ഒരേ ഒരാളേ ഉള്ളൂ. അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ജവഹർലാൽ നെഹ്റുവിൻ്റെ ആ ഒരു ചരിത്രത്തിലേക്ക് നരേന്ദ്രമോദി കയറുന്നത് അദ്ദേഹം മിടുക്കനായിട്ട് തന്നെയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. 272 നിന്ന് അത് 304 എത്തിയാൽ ഇന്ത്യൻ സമൂഹം ഈ ഭരണഘടനയെ ഇന്ത്യൻ സമൂഹം നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിൻ്റെ ഭരണത്തെയും അങ്ങേയറ്റം ശ്ലാഘനീയമായ രീതിയിൽ സ്വീകരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ തെളിവ്. ഇനി 272 എന്ന് വിചാരിക്കുക. അപ്പോഴും ഭൂരിപക്ഷം നേടി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ, നേരത്തെ CPMൻ്റെ പ്രതിനിധി പറഞ്ഞു, മതനിരപേക്ഷ സമൂഹം ഇന്ത്യയിൽ ഈ BJPയെ ഒരു കാരണവശാലും കൊണ്ടുവരില്ല. അപ്പോൾ ജനാധിപത്യത്തിൽ ഞങ്ങൾ മറ്റന്നാൾ 4-ാം തീയതി ഞങ്ങളുടെ കൗണ്ടിൽ 272ൻ്റെ മുകളിൽ വന്നാൽ സജീഷ്, CPMൻ്റെ പ്രതിനിധിയും CPMഉം മതനിരപേക്ഷ സമൂഹം ഭാരതീയ ജനതാ പാർട്ടിയെ അംഗീകരിച്ചു ഇന്ത്യയിൽ എന്ന് പറയേണ്ടി വരും. എനിക്കൊരൊറ്റ കാര്യം മാത്രമാണ് ഇവിടെയുള്ള പാനലിസ്റ്റുകളോട് പറയാനുള്ളത്. ദൈവത്തെ ഓർത്ത് ജയിക്കുകയോ തോക്കുകയോ ചെയ്യട്ടെ. ഇന്ത്യ മുന്നണി, രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഒരു സീറ്റേ BJPക്ക് കിട്ടുള്ളൂ UPയിൽ, ബാക്കിയെല്ലാം ഇന്ത്യ മുന്നണിക്ക് കിട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞു, വാർത്തയുണ്ടായിരുന്നു. അങ്ങനെ വന്നു എന്ന് വിചാരിക്കാം. BJP ജയിക്കുകയോ BJP തോക്കുകയോ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയോ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷേ എനിക്ക് എല്ലാ പാനലിസ്റ്റുകളോടും പറയാനുള്ളത്, ദൈവത്തെ ഓർത്ത് നിങ്ങൾ EVMനെ കുറ്റം പറയരുത്. കാരണം EVM ആണ് BJPയെ ജയിപ്പിച്ചത് എന്ന് പറയുന്നവരാണ് 2014-ലും 2019-ലും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടുള്ള ഒരു റിക്വസ്റ്റാണ്. ഒന്ന് ഞാൻ പറയാം, ലാസ്റ്റ് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പായിട്ടുള്ള ഒരു കാര്യം, അതിനുശേഷം നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയാം. ഇന്ത്യയിലെ രാഷ്ട്രീയ നിരീക്ഷകന്മാരുടെ സകല അസ്ത്രങ്ങളും മുനയൊടിഞ്ഞു പോയി. അവരെ രാഷ്ട്രീയ നിരീക്ഷകന്മാർ അസ്ത്രം എയ്തുകൊണ്ടേയിരുന്നു BJPക്കെതിരെ, നരേന്ദ്രമോദിക്കെതിരെ. കഴിഞ്ഞ ഒരു 10-15 ദിവസമായിട്ട് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നിരീക്ഷകന്മാരും രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളും അവരെങ്ങനെ അമ്പെയ്തുകൊണ്ടേയിരിക്കായിരുന്നു നരേന്ദ്രമോദിയുടെ നെഞ്ചത്ത്. പക്ഷെ അതൊക്കെ മുനയൊടിഞ്ഞു പോയി. ആ അസ്ത്രമൊക്കെ മുനയൊടിഞ്ഞ് താഴെ വീഴുന്ന ഒരവസ്ഥയാണ് എക്സിറ്റ് പോൾ ഫലം കാണുന്നത്. ഞാൻ എക്സിറ്റ് പോൾ ഫലം 100% ശരിയാണ് എന്ന് പറയില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, ഈ നിരീക്ഷകന്മാരുടെ മുഴുവനും എല്ലാ അസ്ത്രങ്ങളും എല്ലാ ആയുധങ്ങളും എല്ലാ വാദങ്ങളും 4-ാം തീയതി പൊളിയും. അതിനകത്തൊരു സംശയമില്ല. 272 സീറ്റുമായിട്ട് 200 ആദ്യം ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അങ്ങനെ കുറെ നേരം എന്നെ പറ്റി സംസാരിച്ചു. അതിനുശേഷം ഇപ്പൊ ശ്രീ ഫസൽ ഗഫൂറിനെ പറ്റി പറയുന്നു. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കുന്നതിന്റെ ഉത്തരം പറയുക എന്നൊരു ശീലമേ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഞാൻ ഫസൽ ഗഫൂറിനെ പറ്റി പറയാം. എൻ്റെ പൊന്നി ചങ്ങാതി, ഞാൻ ഫസൽ ഗഫൂറിനെ പറ്റി പറഞ്ഞതല്ല. ഞാൻ നിരീക്ഷകർ എന്ന നിലയിൽ കഴിഞ്ഞ ഒരു 10-15 ദിവസമായിട്ട് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതും ഞാനും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതാണല്ലോ. ഇതാ ഈ ചർച്ചയിലെ സഹ അദ്ദേഹവുമായിട്ട് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിച്ചോളൂ, എനിക്ക് വിരോധമില്ല. എനിക്ക് എൻ്റെ സഹ പാനലിസ്റ്റാണ് മിസ്റ്റർ അബിൻ വർക്കി, എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം ബിരിയാണിക്കും അതുപോലെ അതല്ലാത്ത ചില കാര്യങ്ങൾക്കും വെച്ചുവെച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരു ചാനലിലെത്തും എന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ്. പിന്നെ ഇനി നിങ്ങളിലേക്ക് വരാം. നിങ്ങൾ ചോദിച്ചത് 27% BJP അല്ലല്ലോ അത് പറഞ്ഞത്.
27% വോട്ടോട് കൂടിയിട്ട് ഇവിടെ മുഴുവൻ പിടിച്ചെടുക്കുമെന്ന് ഞങ്ങളൊരു അവകാശവാദം ഞാൻ ചോദിച്ച ചോദ്യം പോലും അങ്ങ് മറന്നുപോയി. ഞാൻ ചോദിച്ച ആറ്റിങ്ങലിനെ പറ്റിയാണ്. അവിടെ എത്ര വോട്ട് ഷിഫ്റ്റ് സാധ്യമാകും എന്നുള്ളതിനെ പറ്റിയാണ്. പക്ഷെ അങ്ങേക്ക് അതുപോലും അറിയില്ല. അങ്ങ് പറയാൻ തീരുമാനിച്ചിരിക്കുന്ന വളരെ വ്യക്തിഗതമായ കാര്യങ്ങൾ മാത്രമേ അങ്ങനെ വല്ലാതെ ഞാൻ തലച്ചോറിനെ വല്ലാതിട്ട് മതിക്കാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ മതിക്കുന്നത് പോലെ. ആറ്റിങ്ങൽ മാത്രമല്ലാന്ന്. എന്തിനാ നിങ്ങൾ ആറ്റിങ്ങലിലേക്ക് പോണേ? ഞാനൊരു ചോദ്യം തൃശ്ശൂരില്ലേ, തിരുവനന്തപുരം ഇല്ലേ, മൂന്നാമത്തെ മണ്ഡലം എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഉത്തരം പറഞ്ഞോട്ടെ, ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ പറയട്ടപ്പാ. എന്നോട് നിങ്ങൾ ഈ എക്സിറ്റ് പോൾ ഫലം കണ്ടിട്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഒന്ന് പറയട്ടെ. ആറ്റിങ്കലിൽ വലിയ ഒരു ഷിഫ്റ്റ് ഇലക്ഷനിൽ ഉണ്ടാവാനുള്ള സാഹചര്യം ചില പത്രങ്ങൾ കൊണ്ടുവന്നിരുന്നു. അത് എന്താണെന്ന് മാധുവിന് അറിയാതെ അല്ല എന്നെനിക്കറിയാം. ഇനിയിപ്പോൾ നിങ്ങൾ ചോദിച്ചതുകൊണ്ട് ഞാനത് പറയാം. അത് നിഷേധിക്കപ്പെട്ടതുകൊണ്ട് നിഷേധിക്കപ്പെട്ടാലും എനിക്ക് വിരോധമില്ല. അതിലൊന്നാമത്തെ കാര്യം, ആറ്റിങ്ങലിൽ മത്സരിച്ച 2 പേർ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കിയിരുന്നു. ആ ധാരണ വെളിയിൽ കൊണ്ടുവന്നത് പത്രമാധ്യമങ്ങൾ തന്നെയാണ്, ഞാനല്ല. ആ ധാരണ എന്ന് പറയുന്നത്, തൽക്കാലം ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഞാൻ ലോക്സഭയിൽ മത്സരിക്കാൻ ആഗ്രഹിക്കാത്തതാണ്, അതുകൊണ്ട് എനിക്ക് ലോക്സഭയിൽ മത്സരത്തിൽ ജയിക്കണമെന്നില്ല എന്ന് UDFിൻ്റെ സ്ഥാനാർത്ഥി പറഞ്ഞതായിരുന്നു. LDFിൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ട രീതിയിലുള്ള സഹായം ചെയ്യാം എന്ന് സൂചിപ്പിച്ചതായും, വർക്കലയിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, വർക്കല ആണ് ഇപ്പോഴത്തെ LDFിൻ്റെ സ്ഥാനാർത്ഥിയുടെ സ്ഥലം എന്നാണ് വിശ്വസിക്കുന്നത്. വർക്കലയിൽ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വർക്കലയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് തിരിച്ചുണ്ടാകണം എന്നുമുള്ള ഒരു ടോക്ക് മാധ്യമങ്ങളിൽ വെളിയിൽ വന്നിട്ടുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും വലിയ തോതിലുള്ള ഒരു ഷിഫ്റ്റിന് ആറ്റിങ്കലിൽ ചാൻസ് ഉണ്ട്. ഞാൻ ചാൻസേ പറയുന്നുള്ളൂ. രണ്ടാമത്തെ കാര്യം, ആറ്റിങ്കലടക്കമുള്ള ലോക്സഭയിൽ കഴിഞ്ഞ പ്രാവശ്യം ശോഭാ സുരേന്ദ്രൻ പോയി വല്ലാത്ത സ്വാധീനമുണ്ടാക്കിയ സ്ഥലമാണ്. മാത്രമല്ല, വി മുരളീധരൻ മന്ത്രിയായി കഴിഞ്ഞ 2 വർഷം ആ ആറ്റിങ്കലിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിച്ചതാണ്. സുരേഷ് ഗോപി തൃശ്ശൂർ കോൺസെൻട്രേറ്റ് ചെയ്തതുപോലെ വി മുരളീധരൻ വളരെ ശാന്തമായി ആറ്റിങ്കലിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനവുമായി അദ്ദേഹം അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിച്ചതാണ്. ഞാൻ മനസ്സിലാക്കുന്നു നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് വികസനമാണ്. അതുകൊണ്ട് നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമെന്നും വി മുരളീധരൻ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ അംഗമാണ് എന്നുള്ളതും നാളെ അംഗമാവാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതും എല്ലാം വളരെ പ്രകടമായ ഒരു ചിന്തയാണ്. അതുകൊണ്ട് ആ ചിന്ത അവിടെ വോട്ടായി പ്രകടീകൃതമായ രൂപത്തിൽ അല്ലെങ്കിൽ പ്രകടിപ്പിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, അഡ്വക്കേറ്റ് അബിൻ വർക്കി, ഇപ്പോ BJP പ്രതീക്ഷ വെക്കുന്ന 3 മണ്ഡലങ്ങളും തൃശ്ശൂരാകട്ടെ, തിരുവനന്തപുരമാകട്ടെ, ആറ്റിങ്ങലാകട്ടെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മണ്ഡലമാണ്. ഇപ്പോൾ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ പറയാണ് UDFിന്റെ സ്ഥാനാർത്ഥിക്ക് അവിടെ മത്സരിക്കാൻ തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സമവാക്യമുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ ഉള്ള തീരുമാനമെടുത്തു എന്ന ആരോപണം അടക്കം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. അതിന്റെ പേരിൽ പ്രചാരണത്തിലടക്കം പിന്നിട്ട് നിന്നിട്ടുണ്ട് എന്നാണ് BJPയുടെ ആരോപണം. അപ്പോൾ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ഈ 3 സീറ്റുകൾ BJP നേടുകയാണ് എങ്കിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ വിമർശനം എന്താണ്? നിങ്ങൾക്ക് കുത്തിയാൽ അത് BJPക്കാണ്, അതായത് നിങ്ങൾ വഴിവെക്കുന്നത് BJPക്കാണ് എന്നുള്ള രീതിക്ക്. ഒന്നാമത്തെ കാര്യം, ഇത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലാത്തൊരു കാര്യമായതുകൊണ്ട് നമ്മൾ കൂടുതൽ ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. പിന്നെ ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഈ സർവേനെ കുറിച്ചൊക്കെ പറയുമ്പോൾ, ഇപ്പോൾ ഇന്ത്യ ടുഡേയുടെ സർവേയിലാണ് ഈ 27% എന്നൊക്കെ പറയുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യ ടുഡേയുടെ ഒരു സർവേയുടെ ഇന്ന് ഞാൻ കണ്ട ഒരു വാർത്ത, അതായത് ഇവർ ബീഹാറിൽ LJPക്ക് കൊടുത്തിരിക്കുന്ന സീറ്റുകളുടെ എണ്ണം 6ആണ്. സത്യത്തിൽ LJP അവിടെ 5 സീറ്റിലേ മത്സരിക്കുന്നുള്ളൂ. ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഫാക്ചറായ പല എററുകളുമുള്ള ഒരു സർവേ ഫലമാണ് എന്നുള്ളതും, ഏതാണ്ട് 90-100 സീറ്റുകൾക്കടുത്ത് വരെ ചാൻസസ് ഓഫ് എറർ വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് പോലും ഈ മാധ്യമ രംഗത്തെ അല്ലെങ്കിൽ ഇന്ത്യ ടുഡേയുമായിട്ട് തന്നെ ബന്ധപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ പരിമിതമായ അറിവ് വെച്ച്. അത് എന്തും ആയിക്കൊള്ളട്ടെ, ഞാൻ എക്സിറ്റ് പോൾ ഫലങ്ങളെയൊന്നും കൂടുതൽ ഇവിടെ ഡിപ്പെൻഡ് ചെയ്ത് സംസാരിക്കുന്നില്ല. പിന്നെ ശ്രീ B ഗോപാലകൃഷ്ണൻ അദ്ദേഹം ഇവിടെ ഒരു ബെറ്റിൻ്റെ കാര്യം പറഞ്ഞു. അതെ, ഞാൻ ബെറ്റ് വെച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം മറ്റൊരു ചാനലിൻ്റെ ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ B ഗോപാലകൃഷ്ണനുമായി ഒരു ബെറ്റ് വെച്ചിരുന്നു. ആ ബെറ്റിൽ പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്: ഇന്ത്യ മുന്നണി 295-300 സീറ്റുകളോടെ അധികാരത്തിൽ വരും. BJP 230 ക്രോസ് ചെയ്യില്ല. BJP അധികാരത്തിൽ വരില്ല. ഈ ബെറ്റിൽ ഞാൻ തോൽക്കുകയാണെങ്കിൽ
ആ ചർച്ച നടത്തിയ ആങ്കറായ ഹാഷ്മി താജ് ഇബ്രാഹിമിന് ഞാനൊരു ബിരിയാണി മേടിച്ചു കൊടുക്കാമെന്നും ഇനി ഞാൻ തോറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരസ്യമായി എൻ്റെ കണക്ക് തെറ്റിപ്പോയി എന്ന് ഞാൻ ആ ചാനലിൽ വന്ന് ചർച്ചയുടെ ഇടയ്ക്ക് പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ ഉത്തമ ആത്മവിശ്വാസത്തോടുകൂടെ ഇപ്പോഴും ഈ നിമിഷവും ആ ബെറ്റിൽ ഞാൻ നിൽക്കുന്നു. ഉറപ്പായി 4-ാം തീയതി ഞാൻ ആ ബെറ്റിൽ വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ വിജയിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ ബെറ്റിൻ്റെ കാര്യത്തിൽ ഒരു സംശയവും താങ്കൾക്ക് വേണ്ട. ഇനി രണ്ടാമത്തെ കാര്യം, താങ്കൾ ആറ്റിങ്ങലുമായി ബന്ധപ്പെട്ട് നടത്തിയ കാര്യം. അപ്പോൾ ആറ്റിങ്ങലുമായി ബന്ധപ്പെട്ട് മറ്റു ചില വാർത്തകളും വന്നിരുന്നു ശ്രീ ബി ഗോപാലകൃഷ്ണൻ, താങ്കൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കും. തിരുവനന്തപുരത്തെ RSSകാരെയും BJPക്കാരെയും മുഴുവൻ ആറ്റിങ്ങലിലേക്ക് പ്രവർത്തനത്തിന് കൊണ്ടുപോയത് കാരണം ശ്രീ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ ഉള്ളിൽ പരാതി പറഞ്ഞുവെന്നും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അനിയന്ത്രിതമായ പണം, നിയന്ത്രിതമായിട്ടുള്ളതല്ല, അനിയന്ത്രിതമായി, കാരണം എന്താണെന്ന് ഈ കർണാടകയിലൊക്കെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ട ചിലവ് എന്ന് പറഞ്ഞാൽ അത് വളരെ കൂടുതലാണ്. ആ ചിലവുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ പണം ഒഴുക്കിയത് എന്നും അത് BJPയുടെ പല നേതാക്കന്മാരും അനിയന്ത്രിതമായി ആ പണം മേടിച്ചുവെന്നും എന്നിട്ടും RSS പ്രവർത്തകരെല്ലാം ആറ്റിങ്ങലിൽ ശ്രീ V മുരളീധരന് വേണ്ടി പ്രവർത്തിക്കാൻ പോയി എന്നുമൊക്കെ പല വാർത്തകളും ഉണ്ടായിരുന്നു. എന്നിട്ട് നിങ്ങൾ തിരുവനന്തപുരം ജയിക്കും എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വാർത്തകളൊക്കെ എല്ലാ പത്രങ്ങളിലും മാറിയും മറിഞ്ഞും ഒക്കെ വരും. അതിനെയൊന്നും നമ്മൾ കൂടുതലൊരു ചർച്ചയിൽ ആധികാരികതയ്ക്ക് വേണ്ടി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ വസ്തുതാപരമായി ചിന്തിച്ചാൽ കൃത്യമായി എനിക്ക് ഉത്തരം പറയാൻ സാധിക്കും. ഈ 3 പാർലമെൻറ്റ് മണ്ഡലത്തിലും അത് ഉറപ്പായിട്ട് ഞാൻ തിരുവനന്തപുരത്തെ കാര്യം പറയാം. തിരുവനന്തപുരത്ത് ഒരു കാരണവശാലും ശ്രീ ശശി തരൂർ പരാജയപ്പെടാൻ പോകുന്നില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സിറ്റ് പോൾ കണക്ക് പ്രകാരമാണെങ്കിൽ മറ്റു പലരും ഇപ്പോൾ MP ആയിട്ട് ഇരിക്കേണ്ടതാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഞാൻ കണ്ട എക്സിറ്റ് പോളിൽ 30,000 മുതൽ 40,000 വോട്ടിന് വരെ BJP സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് ജയിക്കുമെന്നുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളുണ്ടായിരുന്നു. പക്ഷേ കണക്ക് വന്നപ്പോൾ അവസാനം 1 ലക്ഷം വോട്ടിന് ശശി തരൂർ ജയിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് എക്സിറ്റ് പോളുകളെയും മറ്റു കാര്യങ്ങളെയും ഒക്കെ നമുക്ക് മാറ്റിവെച്ചുകൊണ്ട് 4-ാം തീയതി ഏതായാലും കൃത്യമായ കണക്കുകളും കൃത്യമായ വസ്തുതാപരമായ പോളിംഗ് ഫലവും പുറത്തു വരുമ്പോൾ നമുക്കിതിനെപ്പറ്റി കൂടുതൽ വിശകലനം ചെയ്യാം. പക്ഷേ ഞങ്ങൾ ഉറച്ച പ്രതീക്ഷയിലാണ്, തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. 295 മുതൽ 300 സീറ്റ് വരെ കിട്ടിക്കൊണ്ട് ഞങ്ങൾ അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. പിന്നെ പല സംസ്ഥാനങ്ങളിലും ശ്രീ ഫസൽ ഗഫൂർ സാർ പറഞ്ഞതുപോലെ പല സംസ്ഥാനങ്ങളിലെയും കണക്കുകളിൽ ഞങ്ങൾക്ക് തികച്ചും മറ്റഭിപ്രായങ്ങളാണുള്ളത്. അതിപ്പോൾ മഹാരാഷ്ട്ര ആയിക്കൊള്ളട്ടെ, അത് UP ആയിക്കൊള്ളട്ടെ, ബീഹാർ ആയിക്കൊള്ളട്ടെ, പല സംസ്ഥാനങ്ങളിലെയും തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയ വിവരം മറ്റൊന്നാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ പ്രതീക്ഷകളുമായി മുന്നോട്ട് പോവുകയാണ്. ബാക്കി 4-ാം തീയതിയുടെ റിസൾട്ടിന് ശേഷം സംസാരിക്കാം. ശരി, ശ്രീ SK സജീഷ്, ഇപ്പോൾ ഇന്ത്യ ടുഡേയുടെ ചില കണക്കുകളിലെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അത് നമുക്ക് മനസ്സിലാകാത്ത ചില സാഹചര്യങ്ങൾ, പ്രവചനങ്ങളെ പറ്റി അബിൻ വർക്കി ചൂണ്ടിക്കാണിച്ചു. ഇപ്പൊ ഈ ആറ്റിങ്ങലിലെ ഉദാഹരണം വെച്ചുകൊണ്ടാണ് 392 വരെയുള്ള കണക്കുകളൊക്കെ പറയുന്നത് എങ്കിൽ അത് പ്രതിപക്ഷ ചേരിക്ക് ആത്മവിശ്വാസം തന്നെ നൽകുന്നതാണ്. തീർച്ചയായും 27% വോട്ട് BJPക്ക് ലഭിക്കുമെന്ന് ഒരു സർവേ വരുമ്പോൾ നമ്മൾ കാണേണ്ടത് എന്താണ്? 2021 11.3% അവർക്ക് വോട്ടുണ്ടായിരുന്നത്. 19 15%. 15% നിന്ന് ഏതാണ്ട് ഇരട്ടിയോളം വോട്ടിംഗ് പെർസെൻറ്റേജ് മാറാനുള്ള എന്ത് രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ BJPക്ക് അനുകൂലമായിട്ടുണ്ടായത്? ഏതെങ്കിലും ഒരു തരത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് അവർ കടന്നു വന്നിട്ടുണ്ടോ? ഇതെല്ലാം നമ്മുടെ മുന്നിൽ അനുഭവമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ന്യായമായും സംശയിക്കാൻ വേണ്ടി പറ്റാവുന്ന കാര്യം, ഇവർക്ക് ദേശീയ അടിസ്ഥാനത്തിൽ ഈ PR വർക്ക്, മോഡി മീഡിയ എക്സിറ്റ് പോൾ വരുമ്പോൾ എണ്ണം തികയ്ക്കാൻ വേണ്ടി പലതും കൂട്ടി പറയേണ്ടി വരും. ആ കൂട്ടത്തിൽ പറയുന്നതായിരിക്കും എന്ന് തന്നെയാണ് ന്യായമായും നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി കഴിയുക. കാരണം ഇനി അതിൽ കൂടുതൽ അവർ പറഞ്ഞാലും അത്ഭുതപ്പെടാനില്ലായിരുന്നു. നേരത്തെ ഡോക്ടർ ഫസൽ ഗഫൂർ സാർ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, മറ്റ് ചർച്ചയിലും വന്നു, എവിടെ നമുക്ക് ഇന്ത്യയിലെ മൊത്തം ഇലക്ഷൻ പിക്ചർ നോക്കുമ്പോൾ എവിടെ നിന്നാണ് BJPക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ വരാൻ പോകുന്നത് എന്ന സംശയം നല്ലവണ്ണം തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പം ബീഹാറിൻ്റെ കാര്യം പറഞ്ഞു, അവിടെ 35 സീറ്റാണ് NDA നേരത്തെ നേടിയിട്ടുള്ളത്. ഇനി അതിനേക്കാൾ മുന്നിലേക്ക് അവർക്ക് പോകാൻ വേണ്ടി പറ്റുമോ? മധ്യപ്രദേശിൽ പൂർണ്ണമാണ്, 29-ൽ 28. മഹാരാഷ്ട്രയിൽ അവിടെ 41 സീറ്റാണ് അവർ നേടിയിട്ടുള്ളത് 48-ൽ. അപ്പോൾ അതിനേക്കാൾ മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് മഹാരാഷ്ട്രയിലുള്ളതെന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ഞാനങ്ങനെ എണ്ണിയൊന്നും പറയുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളെല്ലാം പരിശോധിച്ചാൽ ഇങ്ങനെ കാണാം. ഹരിയാനയിലുണ്ട്, പഞ്ചാബിൽ അവർ നേടിയ സീറ്റ്, ഇങ്ങനെ ഓരോന്നും. ഏറ്റവും ഒടുവിൽ കർണാടകത്തിൽ തന്നെ അവർ പുറകോട്ട് പോകുന്നുവെന്ന് ഏത് രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും മിനിമം പരിശോധിച്ചാൽ അറിയാം. അപ്പോൾ എവിടെ നിന്നാണ് ഇവർ മുന്നോട്ട് പോവുക? അങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി അവരിപ്പോൾ അവർക്കനുകൂലമായ സർവേകളും മറ്റും വരുമ്പോൾ സ്വാഭാവികമായും കേരളത്തെ ഉൾപ്പെടെ അവർക്ക് കൂട്ടുപിടിക്കാതെ നിർവാഹമില്ല, തമിഴ്നാടിനെ കൂട്ടുപിടിക്കാതെ നിർവാഹമില്ല.
ഇതൊക്കെ നമ്മുടെ മുന്നിൽ പച്ചയായി പരിശോധിച്ചാൽ അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഇവർ അതിനപ്പുറത്തേക്ക് കേരളത്തിൽ എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് ഈ ഇലക്ഷനുമായി ഉണ്ടാക്കി എന്ന് കരുതാൻ വേണ്ടി കഴിയുന്നില്ല. അത് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള അനുഭവവും. വളരെ പ്രകടമായ രാഷ്ട്രീയത്തിനപ്പുറത്ത് കൃത്യമായ രാഷ്ട്രീയ ബോധം ഇത്രയും കാലം നിന്നിരുന്ന ആളുകൾ മാറ്റിക്കുത്തിയിട്ടുണ്ടാകുമെന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ ആളുകളിൽ നിന്ന് കൃത്യമായി കിട്ടുന്ന പ്രതികരണങ്ങളിൽ നിന്നാണ് അവർ 2 മണ്ഡലങ്ങളുടെ കണക്ക് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ബൂത്ത് തലത്തിൽ കണക്കെടുത്തുകൊണ്ടാണ് അവർ തിരുവനന്തപുരത്തെ പറ്റിയും ഒപ്പം തൃശ്ശൂരിനെ പറ്റിയും പറയുന്നത്. അതിൽ തൃശ്ശൂരെങ്കിലും എന്നുള്ളതാണ് ഏറ്റവും കൂടിയ ആത്മവിശ്വാസം. സജീഷ്, മാധു, നേരത്തെ നമ്മളിത് കണ്ടിട്ടുള്ളതാണ്. തിരുവനന്തപുരത്ത് അവർക്കൊരു നിയമസഭാ സീറ്റുണ്ടായിരുന്നു. ആ സീറ്റ് അവർക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അതൊക്കെ എങ്ങനെയാണ് വന്നതെന്നും എങ്ങനെയാണ് നഷ്ടപ്പെട്ടതെന്നും നമുക്കറിയാം. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ചില സഹായങ്ങളുടെ ഭാഗമായിട്ട് അവർക്ക് കിട്ടിയ സീറ്റാണ്, അത് നഷ്ടപ്പെട്ടു പോയി. പാലക്കാട് അവർ ജയിക്കുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞല്ലേ, മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിൽ അവതരിപ്പിച്ചില്ലേ ശ്രീധരനെ. ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. 2 സീറ്റിൽ മത്സരിക്കുന്ന പ്രസിഡന്റിനെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ പല ഗിമ്മിക്കും അവർ കാണിക്കും. ഈ ഗിമ്മിക്ക് അവർക്ക് ആവശ്യമുണ്ട്. ഇവിടെ കേവലമായ എക്സിറ്റ് പോൾ ഫലങ്ങളെ നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ വിശകലനത്തിനപ്പുറത്തേക്ക് അതിൻ്റെ സാമ്പത്തിക തലത്തിൽ കൂടി ചിലപ്പോൾ കാണേണ്ടി വരും. ഒരു ദിവസം ഈ ഗവൺമെൻറ് അധികാരത്തിൽ നിൽക്കും എന്ന പ്രതീക്ഷ ഉണ്ടായാൽ, നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല ഈ കോർപ്പറേറ്റുകളും ബിസിനസ് രംഗവും പ്രതികരിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ആ പ്രതീക്ഷയിൽ അദാനിയുടെ ഷെയർ മൂല്യം ഉയരും, അംബാനിയുടെ ഷെയർ മൂല്യം ഉയരും. ആ ദിവസം കൊണ്ട് നമ്മൾ പറഞ്ഞല്ലോ ഒരു 48 മണിക്കൂറിൻ്റെ കാര്യം. ഈ 48 മണിക്കൂർ ഈ പ്രതീക്ഷ നിലനിർത്തിയാൽ പോലും കോടാനുകോടിയുടെ ലാഭമുണ്ടാക്കാൻ ഈ കോർപ്പറേറ്റുകൾക്ക് കഴിയും എന്ന സാഹചര്യം കൂടി ഈ മോദി മീഡിയ എക്സിറ്റ് പോളിനുണ്ട് എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് കാണാം. നേരെ മറിച്ച് അപ്പുറത്തേക്ക് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന വിശാലമായ ഭൂപ്രദേശത്തെ വെച്ച് നോക്കുമ്പോൾ അവിടെയുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും, ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്തായിരിക്കും എന്ന് തെരഞ്ഞെടുപ്പ് ചർച്ചയിലുടനീളം ഈ BJP ഗവൺമെൻറ് പോകേണ്ട സാഹചര്യം മനസ്സിൽ സൂക്ഷിക്കുന്നുവെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അവർക്ക് തിരിച്ചടി കൊടുക്കാൻ ഓരോ സംസ്ഥാനത്തും വ്യത്യസ്തമായ രാഷ്ട്രീയ സംവിധാനങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് എന്നും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇതിനെയൊക്കെ ആകെ തള്ളിക്കളയാൻ പറ്റുന്ന സാഹചര്യമല്ല നിലവിലുള്ളത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ എക്സിറ്റ് പോളിന് അപ്പുറത്തേക്ക് ഈ നാട് ആഗ്രഹിക്കുന്ന, ഈ രാജ്യം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഈ രാജ്യം ആഗ്രഹിക്കുന്ന എന്നതിലപ്പുറത്തേക്ക് ഈ രാജ്യം അർഹിക്കുന്ന വിജയം BJP ഇതര കക്ഷികൾക്കുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് മതനിരപേക്ഷതയുടെ, ജനാധിപത്യത്തിന്റെ എല്ലാം പ്രതീക്ഷയാണ്. ശരി, ശ്രീ ഫസൽ ഗഫൂർ, ശരിയാണ്. എക്സിറ്റ് പോൾ ഫലങ്ങളെ ആരും ഇത് യാഥാർത്ഥ്യത്തോട് 100% നീതി പുലർത്തുന്ന ഒന്നാണ് എന്ന് പറയില്ല. പക്ഷേ എന്തുകൊണ്ടാണ് നമുക്കതിൽ കൗതുകം? ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ രാഷ്ട്രീയം, നമ്മുടെ നാട് എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇതായി പറയുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിവെക്കുന്ന ഒരു ഫലമാണ് 4-ാം തീയതി വരാൻ പോകുന്നത് എങ്കിൽ അതിൻ്റെ രാഷ്ട്രീയ പ്രതിഫലനങ്ങൾ എന്താണ്? അല്ല, എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. നമ്മളെ ഭാഗത്തെ ആൾക്കാർക്ക് ഇരുന്നിട്ട് പഠിക്കാനും അത് അനലൈസ് ചെയ്യാനും ഒരു നമ്മൾ പറയാമല്ലോ, നമ്മളൊരു ഗാമ്പിൾ ചെയ്യാനൊക്കെ പറ്റും. അല്ല, അതിൽ അപ്പുറത്തായിട്ടൊന്നും വലിയ കാര്യമില്ല. ഇന്ത്യയിലെ എക്സിറ്റ് പോളുകളുടെ മൊത്തം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ 40% എക്സിറ്റ് പോൾസ് വെർ റോങ്. മേജർ ഇന്ദിരാഗാന്ധി, ഫോർ എക്സാമ്പിൾ, ഇന്ദിരാഗാന്ധി എമർജൻസിക്ക് ശേഷം റോങ്. അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യ ഷൈനിങ് റോങ്. അങ്ങനെ ഒരുപാട് എക്സിറ്റ് പോളുകൾ വളരെ തെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എക്സിറ്റ് പോൾ, പക്ഷേ നമ്മൾ എക്സിറ്റ് പോളിന് അവലോകനം ചെയ്യുന്നത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്, അതിലപ്പുറത്തോട്ടൊന്നുമില്ല, അവിടെ തല്ലിവിടാൻ വേണ്ടിയിട്ടൊന്നുമില്ല നമ്മൾ പാടുന്നത്. അതിനിടയിൽ ഞാൻ മിസ്റ്റർ സജീഷിനെ ഒന്ന് നമ്മൾ അഭിനന്ദിക്കേണ്ട. കാരണം അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണ്. ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഈ 2 ദിവസമായിട്ട് ലക്ഷം കോടി രൂപയാണ് ഉയർന്നിരിക്കുന്നത്. അതിൽ ഉള്ള പ്ലെയേഴ്സിന്, അതിൽ ഇടപെടുന്ന ആൾക്കാർക്ക് വലിയ ലാഭം കൊഴിയാനായിട്ടുള്ളൊരു സന്ദർഭമാണത്. ഇതപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ചെയ്യാമല്ലോ. മാത്രമല്ല ഇതിൽ ഒരുപാട് നമ്മുടെ ഇന്ത്യ ടുഡേയൊക്കെ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം, അറിയപ്പെടുന്ന എക്സിറ്റ് പോളുകളാണ്. അല്ലെങ്കിൽ ചാണക്യൊക്കെ. ഇതിൽ ഒരുപാട് പുതിയ എക്സിറ്റ് പോളുകളൊക്കെ വന്നിട്ടുണ്ട്, എന്തോ പറഞ്ഞുകൊണ്ടിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ആ എക്സിറ്റ് പോളുകളൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. നമ്മൾ എക്സിറ്റ് പോൾ ഇല്ലാതെ തന്നെ ചർച്ച ചെയ്യുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്ത് പോകുന്നത്. പിന്നെ
നേരത്തെ പറഞ്ഞ മാതിരി കേരളത്തിൽ അത് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അഭിം പറഞ്ഞ മാതിരി തന്നെ അതിന് അങ്ങനത്തെ ഒരു ഫാക്ടർ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. കേരളത്തിൽ ചിലപ്പോൾ ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ടായിരുന്നിരിക്കും, പക്ഷേ ഇങ്ങനെ ഒരു ഫാക്ടർ അതിപ്പോൾ ഉണ്ടായാലും നമുക്കറിയില്ല. കഴിഞ്ഞ ലോക്സഭയിൽ UDF തൂത്തുവാരി, പിന്നെ മറ്റേ അസംബ്ലിയിൽ LDF തൂത്തുവാരി. അപ്പോൾ ഇവിടുത്തെ UDF LDF കളി തന്നെ തുടർന്നുകൊണ്ടിരിക്കും. ഒന്നോ രണ്ടോ സീറ്റിൽ കടുത്ത മത്സരമൊക്കെ ഉണ്ടാവും, പക്ഷേ പ്രഗത്ഭരായ കാൻഡിഡേറ്റുകൾ തന്നെയാണ് UDF ഉം LDF ഉം അവിടെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് 27% എന്നൊക്കെ പറഞ്ഞത് ഒരു മനപ്പായസം മാത്രമാണ്, അതിലോട്ട് പോകുന്നില്ല. പിന്നെ അത് ചാടിക്കയറിയിട്ട് അതിൽ പറയുന്ന ചില കാര്യങ്ങൾ തീരെ നമുക്ക് യോജിക്കാൻ പറ്റാത്തതാണ്. അതിലൊന്ന് പറയുന്നത് ഇവർ മുസ്ലിം പ്രീണനം കാരണം ഒരു ഷിഫ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഷിഫ്റ്റ് ഒരു നിയോജകമണ്ഡലത്തിലോ 2 നിയോജകമണ്ഡലത്തിലോ മാത്രമായിട്ട് ഒക്കില്ലല്ലോ. ഒന്ന്. രണ്ടാമത് ക്രൈസ്തവ വോട്ടുകൾ അങ്ങോട്ട് മാറിയിരിക്കുകയാണ് ഇങ്ങോട്ടേക്ക്. അതുകൊണ്ടാണ് ഈ 10, 12, 14% കൂടിയെന്നൊക്കെ. ചിലപ്പോൾ കൂടിക്കൂടാമെന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാ ഇലക്ഷനിൽ കൂടാം. പക്ഷേ 27% എന്നൊരു ഫിഗർ എന്ന് പറയുമ്പോൾ LDFന് അടുത്ത് നിൽക്കുന്ന ഫിഗറാണ് ഇവർ പറയുന്നത്. LDF 27%, 29%, ഇവർ 27%. ഞാൻ പോയിക്കോട്ടെ. ശരി, എന്തായാലും ഈ കഴിഞ്ഞ എക്സിറ്റ് പോൾ ഫലം വന്ന സമയത്ത് വിപണി ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ചയാണ്, അത് കിട്ടില്ല. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് നാളെ ഒരു ദിവസം ആക്റ്റീവ് ആയിരിക്കും. നാളെ എന്ത് സംഭവിക്കുമെന്നത് നമ്മൾ വലിയ കൗതുകത്തോടെ നോക്കിക്കാണുകയും ചെയ്യുന്ന ഒന്നാണ്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ഈ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളെ BJP ഒരു PR അഭ്യാസത്തിന്റെ ഭാഗമായി കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റ് പാനലിസ്റ്റുകളുടെ ഒരു ആക്ഷേപം. എന്താണ് മറുപടി? ഒന്ന്, ശ്രീജിത്ത് നമ്മുടെ CPMന്റെ പ്രതിനിധി എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ. പക്ഷേ ഫസൽ കപൂറിന് എനിക്ക് പറയാനുള്ളത്, ഫസൽ കപൂർ, ഈ എക്സിറ്റ് പോൾ ഫലം വന്നത് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച സ്റ്റോക്ക് മാർക്കറ്റ് ഇല്ല, സ്റ്റോക്ക് മാർക്കറ്റ് ഞായറാഴ്ചയും ഇല്ല. ഇനി ആകെ ഉള്ളത് നാളെയാണ്. അപ്പം ഈ സ്റ്റോക്ക് മാർക്കറ്റ് വല്ലാതെ പൊന്തി എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചൊവ്വാഴ്ച അതായത് ഔട്ട്സൈഡ് ട്രേഡിംഗ് മനസ്സിലാക്കി. അല്ല, കേക്ക് ഗോപാലകൃഷ്ണൻ എല്ലാ കാര്യം ഗോപാലകൃഷ്ണൻ മാത്രം അറിയുമെന്ന് പറഞ്ഞാൽ പറ്റൂല്ലോ. അപ്പൊ ഇത് നിങ്ങൾ നെറ്റ് അടിച്ചു നോക്കുക. ദ ബെയർസ് ആർ ടേക്കിംഗ് ഓവർ ദ ഗ്രേ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വായിച്ചല്ലോ. അതിൽ The bears are taking over the grey market. അതുകൊണ്ട് അങ്ങനെ ഗോപാലകൃഷ്ണൻ വേറെ മറുപടി എനിക്ക് പറയാനുണ്ട്. എനിക്ക് പറയാനുണ്ട് ഒരു കാര്യം മറുപടി പറയാതിരിക്കാൻ പറ്റൂല. ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടില്ല പറയല്ലേ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. രണ്ടാമത്തെ കാര്യം, ഞാൻ ആരും അതിന് മറുപടി പറയണ്ടേ ഗോപാലകൃഷ്ണ? സാർ, അതെ, മറുപടി പറയണ്ടേ? ഞാനൊന്ന് പറഞ്ഞ് തീർന്നിട്ട് മറുപടി പറഞ്ഞോളൂ. സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ടാവും. എനിക്ക് രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്, ഫസൽ കപൂർ പറഞ്ഞ രണ്ടാമത്തെ കാര്യം ശുദ്ധ അബദ്ധമാണ്. അതായത് നിങ്ങളുടെ മാതൃഭൂമി ചാനൽ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഒഡീഷയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. അദ്ദേഹം ആദ്യം പറഞ്ഞത് ഒഡീഷയിൽ BJPയും BJDയും തമ്മിൽ ധാരണ എന്നാ. നിങ്ങളുടെ മാതൃഭൂമിയിൽ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ നിയമസഭയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. പിന്നെ ആ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? പിന്നെ സജീഷിനോട് ഒറ്റ വാക്ക് പറഞ്ഞാൽ നിർത്താം. സജീഷ്, ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ തകർന്ന് ഇന്ത്യ ദരിദ്രമാകണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ രാത്രി, നാളത്തെ ഒരു രാത്രി, നാളത്തെ ഒരു പകൽ, അത് കഴിഞ്ഞാൽ അറിയാം ഇന്ത്യ എഴുതി വെച്ച വിധി എന്താണ് എന്ന്. വളരെ നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.